അസീസ് അന്നമെറിഞ്ഞാൽ 1000 പരുന്തുകൾ, ഒപ്പം കാക്കകളും പ്രാവുകളും തെരുവുനായ്ക്കളും എത്തും. 36 വർഷങ്ങളിലേറെയായി കോഴിക്കോട് കടപ്പുറത്ത് 3 നേരവും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണമെത്തിക്കുന്ന അസീസ് ഒരു മഹത്തായ സന്ദേശമാണ്. എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും 3 നേരം, രാവിലെ കാക്ക, പിന്നെ ഈ ടൈമിന് പിന്നെ 5 മണിക്ക് പരുന്ത് അല്ല കാക്ക മാത്രം. അസീസ് തന്നെ പറയും, വിശപ്പറിയുന്നവർക്കേ വിശപ്പിന്റെ വില അറിയൂ. 15 വയസ്സിലാണ് തുടങ്ങിയതാണ്. ഇതിനായിട്ടുള്ള ഒരു ബന്ധം ദൈവം എന്തോ ഒരു ഇത് തന്നിക്കണേ, അത് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. മരണം വരെ ഈച്ചക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. ചെറുപ്പം മുതലേ വിശപ്പ് എന്താണെന്ന് മനസ്സിലായ ആളാണ് നമ്മളൊക്കെ. അപ്പൊ വിശപ്പ് അറിയുന്നവർക്ക് അതിന്റെ വിശപ്പിന്റെ വില അറിയണം. അതാണ് എന്റെ യഥാർത്ഥ സത്യം. അസീസ് 15ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ മഹത്തായ ദൗത്യം. മരണം വരെ ഈ ദൗത്യം നിലനിർത്തുമെന്നും അസീസ് ഉറപ്പിക്കുന്നു. വീടുകളിൽ നിന്നും നോട്ട് ബുക്കുകൾ, പത്രങ്ങൾ, കുപ്പികൾ തുടങ്ങിയവ ശേഖരിച്ച് ഉപജീവനം കഴിക്കുകയാണ് അസീസ്. രാവിലെ ജോലിക്ക് പോകുന്നതിനു മുമ്പേ കോഴിക്കോട് കടപ്പുറത്ത് പക്ഷിമൃഗങ്ങൾക്ക് തീറ്റയുമായി അസീസ് എത്തും. ഓരോ വീട്ടുകളിലായി പഴയ പേപ്പർ കുപ്പി, ഓരോ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതൊക്കെ തന്നെ ജീവിതം. അസീസിന്റെ പ്രത്യേക തരത്തിലുള്ള നീട്ടിയുള്ള ഒരു ചൂളം വിളിയുണ്ട്. ഈ ചൂളം വിളി കേട്ടാൽ ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറത്തു നിന്നും പരുന്തുകളുടെ ഒരു വലിയ വലയം ഇരമ്പിയെത്തുകയായി. മാർക്കറ്റുകളിൽ നിന്ന് ശേഖരിക്കുന്ന ചിക്കൻ പാഴ്സാണ് ഉച്ചയ്ക്ക് പരുന്തുകൾക്കുള്ള തീറ്റ. ചെറുപ്പം മുതൽ വിശപ്പെന്താണെന്നറിയാം. അതുകൊണ്ടാണ് അസീസ് ഇങ്ങനെ പക്ഷിമൃഗാദികൾക്ക് 3 നേരവും തീറ്റയുമായി കോഴിക്കോട് കടപ്പുറത്തെത്തുന്നത്. എന്താ കൊടുക്കല്? ചിക്കൻ പാർട്സുകൾ. അത് സെൻട്രൽ മാർക്കറ്റിൽ എനിക്ക് വേണ്ടി ഒരാൾക്ക് എടുത്തു വെക്കും. രാവിലെ അങ്ങ് ഇറങ്ങും. രാവിലെ കൊടുക്കും. പണിക്ക് പോയി 8 മണിന്റെ മുന്നേ ഉച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്റെ തൊഴിലിന് പോകും. അസീസിന്റെ ശബ്ദം പ്രാവുകൾക്കും കാക്കകൾക്കും തെരുവുനായ്ക്കൾക്കും പരുന്തുകൾക്കും തിരിച്ചറിയാം. ഉച്ചയ്ക്ക് 1:30 പരുന്തുകൾക്കുള്ള തീറ്റയുമായി എത്തുക. കോഴിക്കോട് ജില്ലയിൽ നിന്നും മാത്രമല്ല, മറ്റു ജില്ലകളിൽ നിന്നും അടക്കം പരുന്തിൻ കൂട്ടങ്ങൾ അസീസിനെ തേടി വരുന്നു. കോവിഡ് കാലത്തടക്കം അസീസ് ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. ഭക്ഷണത്തിനൊപ്പം വെള്ളവും നൽകി. പ്രകൃതിയെ നാം സ്നേഹിക്കണം. ഒരിക്കലും പ്രകൃതിയെ മുറിവേൽപ്പിക്കരുത്. പ്രകൃതിയെ മുറിവേൽപ്പിച്ചാൽ പ്രകൃതി കോപിക്കും. ഇപ്പോൾ തന്നെ കാണുന്നില്ലേ, കടൽ ചുട്ടുപൊള്ളുന്നു, മത്സ്യങ്ങളടക്കം കുറയുന്നു. പ്രകൃതിയെ മുറിവേൽപ്പിച്ചാൽ നാളെ നാം കരയേണ്ടി വരും. ദൈവഭൂമിയിലേക്ക് ഇറക്കി തന്നതാണ് ഒരുപാട് ജീവജന്തുക്കളെ, പ്രകൃതിനൊക്കെ എല്ലാവരും സ്നേഹിക്കുക. അതാണ് വേണ്ടത്. ഇന്ന് പ്രകൃതിനെ വെട്ടിമുറിക്കുകയാണ്. ഇനി ചൂടുകൾ വന്നാൽ ആർക്കും താങ്ങാൻ കഴിയില്ല. ഇപ്പൊ ചൂട് കണ്ടത് ഈ ഒരു 10 മിനിറ്റ് ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഇനി വൃക്ഷങ്ങൾ എല്ലാവരും പിടിപ്പിക്കുക. ഏതൊരു മക്കളോട് പറഞ്ഞ് വൃക്ഷങ്ങൾ പിടിപ്പിച്ചിട്ട് ഓരോ പരിപാലിക്കുക. നിങ്ങൾ പ്രകൃതിനെ വെട്ടി ഇതാക്കുന്നതിനെ കൊണ്ടാണ് പ്രകൃതി ദുരന്തം പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രകൃതിനെ നശിപ്പിക്കുകയാണ്. പ്രകൃതിനെ നമ്മൾ ഒരിക്കലും ആരും വേദനിപ്പിക്കരുത്. ആരും ഇന്ന് വേദനിപ്പിച്ചാൽ നാളെ കണ്ണീരോട് മുറിവേണ്ടിരും. നമ്മൾ എല്ലാവരും ജീവിക്കുന്ന മൊത്തം ജനങ്ങളെ പ്രകൃതിനെ എല്ലാവരും സ്നേഹിക്കുക. പ്രകൃതിയിൽ ഭൂമിയിൽ ഇരുന്നൊരു ചലനം വരികയാണെങ്കിൽ ഈ ജീവജന്തുക്കൾക്കാണ് അറിയുന്നത്. ആ ദൈവം പ്രത്യേകത കഴിവ് അയച്ചൊക്കെ കൊടുത്തിട്ടില്ലേ? എന്നിട്ട് മനുഷ്യന്മാർ ഒരുപാട് പോയിന്ന് പഠിക്കുന്നില്ലേ? അതാണ് അയറ്റിനോട് കാരുണ്യം കാട്ടണം എല്ലാവരും. സൈക്കിളിൽ അതല്ലെങ്കിൽ ചെറിയ കൈവണ്ടിയിലാണ് അസീസ് ഭക്ഷണവുമായി എത്തുക. ഭക്ഷണ വിതരണത്തിനിടെ അസീസ് എല്ലാത്തിനോടും സംസാരിക്കും. ഭക്ഷണം കഴിഞ്ഞാൽ അസീസ് തിരിച്ചു പോകുമ്പോൾ തീറ്റ നൽകിയ എല്ലാ ജീവികളും കുറച്ചുനേരം അസീസിനോടൊപ്പം അസീസിന്റെ പിന്നാലെ പോകും. നന്ദിയോടെ നോക്കി അസീസിനെ യാത്രയാക്കും. അടുത്ത നേരത്തെ അന്നത്തിനായി വേഗം വരണേ എന്ന് മിണ്ടാതെ മിണ്ടും.